ഇത് നമ്മൾ ലൂർദിൽ വന്നേക്കണം കേട്ടോ. ലൂർദിൽ വന്നിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ ഉള്ളൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ഫൗണ്ടൻ പോലെ ഒരു ചെറിയ സെറ്റപ്പ്. ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്. ഹോട്ടലിലെ മിലാൻ ഫുള്ള് ഹോട്ടൽ ഏരിയ, ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ. അതായതാണ് നമ്മുടെ ഹോട്ടൽ, റെസിഡൻസ് സെൻറ്റ് പിയേറെ. കുഴപ്പമില്ല, സിംഗിളായിട്ട് വരുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. ഏതാണ് അതിൻ്റെ കാപ്പോ, ഹോട്ടൽ സെൻറ്റ് പിയേറെ. ഇപ്പോൾ ഹോട്ടലുകളാട്ടാ. ലാ ഫൊന്താനെ, ഹോട്ടലിലെ ഫൊന്താനെ ഒക്കെ ചെറിയ ചെറിയ ഹോട്ടലുകളാണ്, ചെറിയ ചെറിയ സ്ട്രീറ്റുകളാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പുകൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് സ്ട്രീറ്റാണ്, കംപ്ലീറ്റ് പെർഫ്യൂം കടകൾ, അങ്ങനത്തെ കുറേ കടകളുണ്ട് ഇവിടെ. കണ്ടില്ലേ കംപ്ലീറ്റ്. ഇനി മാതാവിൻ്റെ ഈ സ്ട്രീറ്റിൽ ഇങ്ങനത്തെ കുറേ കടകളാണ്. ഇതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട എൻ്റെ ചെറിയൊരു ഇത്. ഇതാണ് മെയിൻ സാധനം. മാതാവ് 3 പിള്ളേരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലം. ഇതല്ലാത്ത സ്ഥലം, ഇതൊക്കെ കടകൾ. ഇനി ഇതിൻ്റെ മെയിനൊക്കെ വിൽപ്പനയായിരിക്കും ഇവിടെ കംപ്ലീറ്റ്. എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. കാലത്തെ ചായ കൂടി നടത്തിയിട്ടില്ല. അവരുടെ ബാറ് കാണുന്നുണ്ട്, ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. അവരുടെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇത് അങ്ങോട്ടൊരു സ്ട്രീറ്റ് പോണതാ. അങ്ങോട്ട് സ്ട്രീറ്റ് പോകുന്നുണ്ട്. നമുക്കേ ഇവിടെ മെയിനായിട്ടൊരു ഗ്രോത്തുണ്ട്, മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അപ്പോൾ അവിടെ പോവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച തിരിഞ്ഞേ ഒന്നാമത് ഭയങ്കര വെയിലുള്ള സീസണാണ്, വെയിലാണ് മെയിൻ. അപ്പോൾ കാലത്തെ പോയി നമ്മൾ പരിപാടി സെറ്റാക്കി തിരിച്ചു വന്നു കഴിഞ്ഞാലേ റൂമിൽ കയറി റെസ്റ്റ് എടുക്കാം. സ്ട്രീറ്റ് കടകളാണ് കേട്ടോ. മാതാവിൻ്റെ രൂപങ്ങളാണ് കൂടുതലായിരിക്കുക. നമ്മുടെ വേളാങ്കണ്ണിയിലും നമ്മുടെ എന്താ പറയുക റോമിൽ വത്തിക്കാനും ഇപ്പോഴൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൂടെ കടകൾ കാണാം. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ. പിന്നെ അതേ ഇവിടെ കുറേ ഹോട്ടൽ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു ജംഗ്ഷൻ. ഈ നമ്മൾ ഈ അമേരിക്കയിലെ ജംഗ്ഷൻ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഇതാണ് ലൂർദിൻ്റെ മെയിൻ ജംഗ്ഷൻ. അതായത് ഈ വഴിക്കായിട്ട് നേരെ പോയാലാണ് ഈ ഗ്രോത്തോ കാണാം, മാതാവിൻ്റെ ഗ്രോത്തോ. ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റ് ഏരിയ, ഞാനിവിടെ വന്നപ്പോൾ വേറൊരു സംഭവം കണ്ടുകൂടെ. കാലത്ത് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാൻ വന്നപ്പോഴേ ഇവിടെ നമ്മുടെ ഒരു അണ്ണൻ്റെ കട ഉണ്ട്. റെസ്റ്റോറൻറ്റ് മേഖലകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ ഒരു ലൂർദ് മാതാവിൻ്റെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഇവിടെ. അതായത് കണ്ട, ഇത് ലൂർദ് മാതാ ശ്രീലങ്കൻ ആൻഡ് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും അല്ലെങ്കിൽ വല്ല തമിഴ്നാട്ടുകാരൻ അണ്ണനായിരിക്കും, അല്ലെങ്കിൽ ശ്രീലങ്കൻ അണ്ണനായതാണ് ചാൻസ്. ലൂർദ് മാതാ ശ്രീലങ്കൻ ആൻഡ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. സെറ്റപ്പ് എനിക്കറിയില്ല, കണ്ടിട്ട് എനിക്ക് ഏതെങ്കിലും ശ്രീലങ്കൻ അണ്ണന്മാർ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ അണ്ണന്മാർ ആരെങ്കിലും ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പുകൾ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ നമുക്ക് അറിയില്ല. ഗുഡ് മോർണിംഗ് അണ്ണ. യു ഫ്രം ശ്രീലങ്ക ഓർ തമിഴ്നാട്? ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ. ഇതാണ് ചേട്ടൻ. അണ്ണൻ ശ്രീലങ്കക്കാരനാണ്. ഹൗ ലോങ് യു ആർ ഹിയർ? 10 years? Okay, okay. So you're doing well. More than 10 years. So you're doing well. Okay, okay. Okay, anyway. Okay. We'll see. Okay, thank you. Thank you. എൻ്റെ മെനു ഉണ്ട് കേട്ടോ ഇവിടെ.
ലൂർദ് മാത റെസ്റ്റോറൻറ്റ്. അണ്ണൻ്റെ മറ്റേ അണ്ണ ശ്രീലങ്കൻ അണ്ണനാണ്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. ഓക്കെ, നമുക്ക് അടുത്തത് ഇതിലേക്കൊന്ന് പോവാം. ഇവിടെ നിറച്ച റെസ്റ്റോറൻറ്റ് ഏരിയ. ഇത് ചൈനീസ് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. കാറിൽ തന്നെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഒരു കപ്പുച്ചീനയും ഒരു കൊർണേത്തോ കഴിക്കാനുള്ള പരിപാടിയാണ്. ഏതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനുള്ള പരിപാടിയാണ് ചേച്ചിമാർ. ഇവരേതോ ഒരു ദേശക്കാരാണ്. ഇവിടെ ഏത് ദേശമാണെന്ന് അറിയില്ല. അതെ, നമ്മൾ കാലത്തെ ചായക്ക് ഒരു കപ്പുച്ചീനയും ഒരു കൊർണേത്തോ അടിക്കാനുള്ള പരിപാടിയാണ്. Excuse me, that cornetto semplice or con crema? No, that cornetto, that is normal or with cream? Normal. What about this one? Con cioccolato. Okay. You see, one cioccolato is enough. This one simply normal? No. Only this one. Okay. Cappuccino. അപ്പോൾ ഒരു കപ്പുച്ചീനിയും ഒരു കൊർണേത്തോ അടിച്ചിട്ടേ നമ്മൾ പയ്യെ കാലത്തെ ഭക്ഷണം കഴിച്ചിട്ടേ പയ്യെ ഗ്രോത്തോലേക്ക് പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുള്ളൂ. നമുക്ക് വേറെ പരിപാടികളൊന്നും ഇവിടെ കാര്യമായിട്ട് നടക്കില്ലേ. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല. നല്ല കാലാവസ്ഥയായിട്ടാ, കുഴപ്പമില്ല, അടിപൊളി.